സ്വകാര്യ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് പണം വാങ്ങാനുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തീരുമാനം നിയമലംഘനമെന്ന് CPIM കൺട്രോൾ കമ്മീഷൻ അംഗം KV അബ്ദുൽ ഖാദർ. നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ലംഘനമാണ് തീരുമാനം. കേന്ദ്രമന്ത്രി സ്ഥാനം പാർട്ട് ടൈം ജോലിയല്ല. ഓഫീസേഴ്സ് പ്രോഫിറ്റ് നിയമം MP-ക്കും സംസ്ഥാന മന്ത്രിക്കും ബാധകമായ കാര്യമാണ്. ഇത്തരം ചുമതലകളിൽ ഇരിക്കുന്ന ഒരാൾ പദവിയുള്ള സമയത്ത് പ്രതിഫലം പറ്റുക എന്നത് നിയമലംഘനമാണെന്നും KV അബ്ദുൽ ഖാദർ. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന, അതായത് താൻ പങ്കെടുക്കുന്ന ഉദ്ഘാടനങ്ങളിൽ നിന്ന് പണം വാങ്ങും എന്നുള്ള പ്രസ്താവന ചട്ടലംഘനമാണ്. നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ലംഘനമാണത്. കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു പാർട്ട് ടൈം ജോലിയല്ല. കേന്ദ്രമന്ത്രി ആയിരിക്കെ താൻ പണം വാങ്ങി വേറൊരു ദൗത്യം നിർവഹിക്കും എന്ന് പറയുമ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു പാർട്ട് ടൈം ജോലിയല്ല. മാത്രവുമല്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിയമം MP-ക്കും സംസ്ഥാന മന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ്. ഈ പദവികൾ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ, ഒരു ചുമതലയിരിക്കുന്നയാൾ, ആ പദവിയുള്ള സമയത്ത് പ്രതിഫലം പറ്റുക മറ്റൊരു രീതിയിൽ എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ ലംഘനമാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ ചേർന്നു. ലെവിൻ, സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ തോതിൽ വിവാദമാകുന്നുണ്ട്. അത് പ്രതിഫലം സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രതിഫലം വാങ്ങുന്നതാണെങ്കിലും സിനിമയിൽ അഭിനയിച്ച് പ്രതിഫലം വാങ്ങുന്നതാണെങ്കിൽ പോലും ചട്ടലംഘനം എന്നുള്ള വാദം വ്യാപകമായി ഉയരുന്നുണ്ട്. വിശദാംശങ്ങൾ. ലക്ഷ്മി, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നടന്ന സ്വകാര്യ പാർട്ടി പരിപാടിയിലാണ് ആദ്യമായി ഇത്തരത്തിലൊരു MP സ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായി ഇരുന്നു കൊണ്ട് തന്നെ പ്രതിഫലം വാങ്ങും, ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ അത് പ്രതിഫലമായി വാങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ പരിപാടികളിൽ സിനിമാ ചലച്ചിത്ര താരം എന്നുള്ള നിലയിൽ തന്നെ ഉദ്ഘാടകനായി ക്ഷണിക്കുന്ന പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ അതിന് പ്രതിഫലം വാങ്ങും, അത് ജനസേവനത്തിനായി ആ പ്രതിഫല തുക ഉപയോഗിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് പിറ്റേന്ന് തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിലും ഇത് സംബന്ധിച്ച വിശദീകരണം നൽകി. അത് ചൊറിയേണ്ടവർക്ക് ചൊറിയേണ്ട ഒരു വിഷയം മാത്രമാണ്, അല്ലാതെ താൻ ഒരു സിനിമാ ചലച്ചിത്ര താരം എന്നുള്ള നിലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടകനായി എത്തുമ്പോൾ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് മാത്രമാണ് താൻ പറഞ്ഞത്. അല്ലാതെ MP എന്നുള്ള നിലയിലോ മന്ത്രി എന്നുള്ള നിലയിലോ അത്തരത്തിലൊരു പ്രതിഫലം കൈപ്പറ്റുന്നതിനെക്കുറിച്ചല്ല എന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചെങ്കിലും ഏത് നിലയിലാണെങ്കിലും, മന്ത്രിയാണെങ്കിലും MP ആണെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് പ്രതിഫലം വാങ്ങുന്നത് നിയമപരമായി തെറ്റാണെന്നാണ് LDF-ന്റെ ജില്ലാ കൺവീനറും അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും മുൻ ഗുരുവായൂർ MLA-യുമായ KV അബ്ദുൽ ഖാദർ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഓഫീസേഴ്സ് പ്രോഫിറ്റ് നിയമത്തിൻ്റെ ചട്ടലംഘനമാണ് സുരേഷ് ഗോപി അത്തരത്തിൽ പ്രതിഫലം വാങ്ങിയാൽ ഉണ്ടാവുക. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കാലയളവിൽ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. മന്ത്രി എന്ന നിലയ്ക്കും MP എന്ന നിലയ്ക്കും ഒന്നും തന്നെ, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെ ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങാൻ കഴിയില്ല എന്നതാണ് ചട്ടം. ആ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർത്തുന്നവർ ഉയർത്തിക്കാട്ടുന്നതും. ആ ചട്ട ലംഘനമാണ്.